കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ. ക്രിമിനൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ല. സത്യം ജയിച്ചെന്നും കൂടെ നിന്നവർക്ക് നന്ദിയെന്നും വിധി കേട്ട ശേഷം ദിലീപ് പ്രതികരിച്ചു. 8.25 വർഷം നീണ്ട ഇഴകീറിയ വിചാരണാ കാലയളവിനൊടുവിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസ് നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് വിധി പറഞ്ഞത്. നടൻ ദിലീപ് അടക്കം 4 പേരെ വെറുതെ വിട്ടു. 1 മുതൽ 6 വരെ പ്രതികൾ മാത്രം കുറ്റക്കാർ. ക്രിമിനൽ ഗൂഢാലോചന നടന്നുവെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതിയുടെ നിരീക്ഷണം. സത്യം ജയിച്ചെന്ന് വിധി കേട്ട ശേഷം ദിലീപിന്റെ പ്രതികരണം. സത്യം ജയിച്ചു. ഈ കേസില് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. കുറ്റകൃത്യം നടത്താൻ 1-ാം പ്രതി പൾസർ സുനിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയും പണം നൽകുകയും ചെയ്തുവെന്നായിരുന്നു ദിലീപിനെതിരായ കേസ്. 1.5 കോടി രൂപയ്ക്കാണ് ദിലീപിന്റെ കൊട്ടേഷൻ എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇരുവരും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളടക്കം തെളിവുകളായി സമർപ്പിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു വിധി വരും വരെ പ്രോസിക്യൂഷൻ. എന്നാൽ ഇതൊന്നും പ്രധാന തെളിവുകളായി കോടതി മുഖവിലേക്കെടുത്തില്ല. ശക്തമായ തെളിവുകളും നിരവധി സാക്ഷികളെയും കോടതിയിലെത്തിച്ചിട്ടും ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് ഇന്ന് കോടതി വിലയിരുത്തിയത്. എവിടെയാണ് നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷന് പിഴച്ചത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി അറിയേണ്ടത്. റിപ്പോർട്ടർ സായ്കുമാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.